ജമാഅത്തെ ഇസ്ലാമി മൗദൂദിനൊക്കെ എങ്ങനെ വിമർശിക്കുന്നു? പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഫുട്ബോൾ കളി കണ്ട് ശരി ഒന്ന് ചോദിക്കാൻ പോലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുക. അതേസമയം സെയ്ദ് അബുൽ മൗദൂദി എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം ഈ വർഗത്തിൽപ്പെട്ട ഇതിൽപ്പെട്ട സെയ്ദ് കുടുംബം ആളെ പറ്റി പറയുമ്പോൾ യാതൊരു മര്യാദ ആവശ്യമില്ല. എന്നിട്ട് അനങ്ങിയാൽ മൗദൂദിനെ ജമാഅത്തെ ഇസ്ലാമിയെ ഈ കൂടുതൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ ജമാഅത്തെ ഇസ്ലാമി എന്നെ പറയുമ്പോൾ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഇതിലേക്ക് വലിച്ചിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളോട് തർക്കിക്കാൻ പോകുന്നില്ല. അവരാണോ നിങ്ങൾ ഇത് ആദർശപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദ്യം ചെയ്ത് ഞാനല്ലേ? ഞാൻ ആ പരിസരത്ത് ഇപ്പം എല്ലാം നിങ്ങൾക്കറിയാലോ എന്ന് വെച്ച് ആ ഒരു കാര്യം പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിനെ നിങ്ങളുടെ ഇതൊന്നും വെച്ച് തള്ളി പറയാൻ തയ്യാറേയല്ല. എൻ്റെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശമോ അതുപോലത്തെ കാര്യങ്ങളോ അല്ല. അതൊരു വ്യക്തി അദ്ദേഹത്തിനുണ്ടായ തോന്നിയതായ ഒരു തരത്തിലുള്ള അനിഷ്ടം, അങ്ങനെ എൻ്റെ ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ എൻ്റെ എന്തോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ എത്രയോ ആൾക്കാരുണ്ടാവും എന്ന് വെച്ച് എല്ലാത്തിനും ഈ ജമാഅത്തെ ഇസ്ലാമി കൂടെ മാറ്റി നിർത്താം. ഒന്ന് സങ്കല്പിക്കാം, ഇങ്ങനെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായില്ല. നിങ്ങളുടെ കയ്യിൽ മറ്റുള്ളവരെ അന്യർക്ക് കൊടുക്കാൻ പറ്റിയ എന്തുണ്ട്? നിങ്ങളുടെ പ്രവർത്തനത്തിൽ എന്ത് മാതൃക ഉണ്ട്? അതുമാണല്ലോ ഒന്ന് ചർച്ച ചെയ്യാം എപ്പോഴെങ്കിലും ഒന്ന്. ഞാനും അതുമായുള്ള ബന്ധം ഇപ്പോൾ ഇല്ല എന്നത് ശരി തന്നെ, അംഗീകരിക്കുന്നു. എന്നാൽ പോലും നിങ്ങളൊന്ന് വിശകലനം ചെയ്യും. നിങ്ങൾക്ക് ഈ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന മര്യാദക്കുള്ള ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിനുണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ വല്ല മക്കയിലേക്കുള്ള പാത, റോഡ് ടു മെക്ക, അത് ആരെക്കൊണ്ടാണ് ജയിക്കുന്നത്? ഇസ്ലാമിനുമായി പുലബന്ധമൊന്നുമില്ലാത്ത, ഇസ്ലാമിന് തരം കിട്ടുമ്പോഴൊക്കെ വിമർശിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തെ കൊണ്ടാണ് ഞമ്മങ്കാരശ്ശേരി, എൻ്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹമല്ലേ പരിഭാഷപ്പെടുത്തുന്നത്. രജാ ഗറോഡിയുടെ ഗ്രന്ഥം, അതുപോലെ രാജവാദ്, അതുപോലെ എത്ര നല്ല നല്ല ഗ്രന്ഥങ്ങൾ. പിന്നെ ബുക്ക് സ്റ്റാൾ IPH, അത് പേര് കണ്ട് നിങ്ങൾ വല്ല അതിൻ്റെ അടുത്തുള്ള പേരൊക്കെ എന്നതല്ലാതെ ഇസ്ലാമിനെ സമഗ്രമായും അതുപോലെ തന്നെ ഈ ഒരു സമ്പൂർണമായും പരിചയപ്പെടുത്താനും കാലഘട്ടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു ബുക്ക് സ്റ്റാൾ ഏതുണ്ട്? ദക്ഷിണേന്ത്യയിൽ ഏതുണ്ട്? ഇന്ത്യയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യന്മാരെ കൈ കൊടുക്കാൻ പറ്റുന്ന ഒരു പത്രം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിങ്ങളുടെ ബഹുമാനപ്പെട്ട എന്ന് 1000 വട്ടം ബഹുമാനപ്പെട്ട പറഞ്ഞത് ഒരു ബഹുമാനപ്പെട്ട അത് മനുഷ്യന്മാർക്ക് കൈ കൊണ്ട് പറയാൻ പറ്റുന്ന അതിൽ അത്തരത്തിലുള്ള ഒന്നല്ല നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ചാനൽ. ഇതെല്ലാം ഇവിടെ ആരുണ്ടാക്കിയതാ? വേണ്ട മഹലുകളുടെ പ്രവർത്തനങ്ങൾക്ക് ചാനലും പത്രവും മറ്റുള്ള ബുക്ക് സ്റ്റാളും ഒക്കെ മാറിപ്പോട്ടെ. ഒരു മഹലിലെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ മഹലിൽ നടക്കുന്നത് അവരുടെ മഹൽ. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽക്കൈയുള്ള മഹലില്ല, ചാനലിൻ്റെ മഹലില്ല. ഇവിടെ എന്തൊക്കെ നടക്കുന്നുള്ളത് എനിക്കറിയാം. ഇവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ മഹൽ കമ്മിറ്റി ഏറ്റെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് നടത്തുന്നു പള്ളി കമ്മിറ്റിയിലേക്ക്, ശരിയായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്, വോട്ടിന് എണ്ണം പ്രഖ്യാപിക്കുന്നു. അതനുസരിച്ച് ജമാഅത്തിന് മേധാവിത്വം കിട്ടുമ്പോൾ അവർ അധികാരത്തിൽ വരുന്നു. ഈ മഹലിനെ മുഴുവൻ പെണ്ണുങ്ങൾക്ക് വരെ പള്ളി കമ്മിറ്റി പ്രാതിനിധ്യം നൽകുന്നു. അവർ പള്ളിയിൽ വന്നിരുന്ന് പള്ളി കാര്യങ്ങൾ തീരുമാനിക്കുന്നു. നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പാവപ്പെട്ട ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്നൊരിക്കൽ പറഞ്ഞു, കാസർഗോട്ടുകാർ ചാന്നൂരിനെ കണ്ടു പഠിക്കട്ടെ. ഇവിടെ ഓലപ്പുരകളില്ല, ഓടിട്ട വീടുകൾ പോലുമില്ല. ഇതെങ്ങനെ സാധിച്ചതാ? മഹല് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമി മുൻകൈ എടുത്തു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ സൃഷ്ടിപരമായ ചില പ്രവർത്തനങ്ങൾ നടത്തി. അരി വാങ്ങാൻ കഴിവില്ലാത്തവനില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടത് എല്ലാ സഹായങ്ങളും നൽകും. നിങ്ങളുടെ മഹലുകളോ, നിങ്ങളാണല്ലോ കേരളത്തിലെ മഹാഭൂരിപക്ഷം മഹൽ ഭരിക്കുന്നത്. അവിടെ നിങ്ങൾ ബദിരീങ്ങളാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പുറത്തിറക്കും. ഈ റബീൽ മാസം എല്ലാ വീടുകളിൽ നിന്നും എന്തൊക്കെ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കും, എന്തൊക്കെ ചെല്ലും, അങ്ങനെ ഒരു യാത്ര നടത്തും. ഏതോ തങ്ങളോ മുസ്ലിയാരോ വഴിയിൽ പോവുകയാണെങ്കിൽ അവരെ വിളിച്ചാതിരിക്കും എന്നതല്ലാത്ത, ഞാൻ പറയുന്നു, ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത്. വർഷങ്ങളായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം എൻ്റെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നു. മാസാന്ത ശമ്പളത്തിന് സക്കാത്ത് കൊടുത്തു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത് വിളിച്ചു പറയുക തന്നെ ചെയ്യും. കാരണം ചില കാര്യങ്ങൾ ആളുകൾ അറിയണം. ഈ സക്കാത്ത് വാങ്ങാൻ വരുന്നവരിൽ ഈ ചേന്നൂരിൽ ഒരു കുട്ടി പോലുമില്ല. അതേ അവസരത്തിൽ അന്യനാട്ടിൽ കാഞ്ഞങ്ങാടിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് എത്തണമെങ്കിൽ ചുരുങ്ങിയത് 3.5 മണിക്കൂറാണ്. അതികാലത്തൊരു സ്ത്രീ ഇവിടെ വരുന്നു. ഞാൻ ചോദിക്കുന്നു എങ്ങനെ എത്തി? ഞങ്ങൾ വണ്ടിക്ക് വന്നു. വണ്ടിക്ക് വേറെ കാഞ്ഞങ്ങാടിൽ നിന്ന് കോഴിക്കോട് നിന്ന് ബസ് കയറി 30-30 കിലോമീറ്റർ കയറി ഇവിടെ വീട്ടിലേക്ക് വരികയാണോ? അതെ. എന്താ ഈ പ്രദേശങ്ങൾക്ക് ഒരു പ്രത്യേകത? ഇവിടെ ഏത് വീട്ടുകാരി ചെന്നാലും ആളുകൾ എന്തെങ്കിലും തരാത്തവരുണ്ടായാലും നടക്കൂല.
അന്യ പ്രദേശങ്ങളിലുള്ള ആളുകൾ സക്കാത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നു. ഇവിടുത്തെ ആളുകൾ സക്കാത്ത് വ്യവസ്ഥാപിതമായി ലിസ്റ്റാക്കി തയ്യാറാക്കി അത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഉളയ്യത്ത് ആഭ്യന്തരം ശേഖരിക്കുന്നു എന്ന് വേണ്ട. ഒരാൾക്ക് എന്തെങ്കിലും തരത്തിൽ കിഡ്നി നഷ്ടപ്പെട്ടാൽ, കഴിഞ്ഞൊരു ദിവസം ഒരു മുജാഹിദ് പ്രവർത്തകൻ അത് കിഡ്നി സംബന്ധമായ ഒരു ആവശ്യത്തിൻ്റെ അടുത്ത് വന്നു. അപ്പം 2 ലക്ഷം അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ പിന്നെ 2 ലക്ഷം കൂടി വേണം. ആദ്യത്തെ 2 ലക്ഷം കൊടുത്തു. അതെ, ആരാ എവിടുന്ന കാശ്? ജമാഅത്തെ ഇസ്ലാമി. അപ്പം എന്ന് നോക്കുങ്ങൾ, അവിടെ പക്ഷപാതം കാണിക്കുന്നില്ല. ഇങ്ങനെ ഈ മഹലിൽ നടക്കുന്ന മുക്കം പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള അടിപിടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നടക്കാത്തൊരു പ്രദേശം ഉണ്ടെങ്കിൽ അത് ഈ പ്രദേശമായിരിക്കും. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പരിസരത്ത് ഏറ്റവും അധികം ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നു. സ്ത്രീകൾ പള്ളിയിൽ പോയതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു അപവാദം കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഇത്തരത്തിൽ ഒന്നിനും വിശദീകരിക്കാൻ കഴിയില്ല. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന കിട്ടുന്ന ഓരോ അവസരത്തിലും മൗദൂദി ജമാഅത്തെ ഇസ്ലാമി, മൗദൂദി ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് അടുത്ത കാലത്ത് കൃത്യമായ അകലം വ്യക്തിപരമായ കാരണങ്ങളാൽ പുലർത്തേണ്ടി വന്നിട്ടും എനിക്ക് ആ കാര്യം അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഇങ്ങനെയാണോ നിങ്ങളുടെ മഹലിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ മഹലുകളിൽ നിന്നാണ് യാചകന്മാരുണ്ടാകുന്നത്. നിങ്ങളുടെ മഹലുകളിലാണ് എല്ലാ തരത്തിലുള്ള വൃത്തികളും നടക്കുന്നത്. അത് മനസ്സിലാക്കി. ഓരോ മുസ്ലിം പോക്കറ്റുകളും ഓരോ അധോലോകമാണ്. ഈ അധോലോകങ്ങൾ ഒട്ടുമിക്കതും ഇത്തരത്തിലുള്ള വെള്ളിയാഴ്ച പോലും മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള ഉത്ബോധനം നടക്കണ്ടേ? ആ ഉത്ബോധനം തറപ്രസംഗം പാടുണ്ടോ? ഖുത്ബയുടെ മുമ്പിൽ പ്രസംഗിക്കാൻ പാടുണ്ടോ? വിദേഹത്തിനൊക്കെ ഈ മറ്റുള്ള വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നത്, ജമാഅത്തിനെയും മുജാഹിദുകളൊക്കെ മാറ്റി നിർത്തുന്നത് അവരിൽ ബിദ്അത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. വിദേഹത്തിന് ആൾക്കാർ നബിയുടെ കാലത്ത് ചെയ്യാത്തത്. നബിയുടെ കാലത്ത് തറപ്രസംഗത്തിലുണ്ടായിരുന്നു. ഇതാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ തുറന്ന് കാട്ടുക എന്നത് ഇസ്ലാമികമായൊരു ദൗത്യമാണ്. അത് നിർവഹിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്ന എല്ലാ തെറികളും വേണമെങ്കിൽ നമുക്ക് പുസ്തകമാക്കാം. ഞാൻ എന്നെ തന്നെ ആലോചിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയതായ വാട്സപ്പിലും മറ്റും വന്നതായ തെറികളൊന്നായിട്ട് അത് വായിക്കുന്ന നല്ലൊരു വിഭാഗം ഉണ്ടാവും. അതൊരു പുസ്തകമാക്കണം എന്ന് തന്നെ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിൽ